മണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണത്തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാം മൊഴിയാണോ? ചിറകടിയുണരും ചില്ലയിലറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? ഇതിനെ കട്ട് ചെയ്ത് കളയണോ? ഇങ്ങനെ ഈ പൂത്തതൊക്കെ പൂത്തിട്ട് അത് ഇതായി പൂ കഴിഞ്ഞോ അങ്ങനെയുള്ളതെല്ലാം കട്ട് ചെയ്യുക. പൂ കഴിഞ്ഞ ഇതല്ല അല്ലേ? അതൊക്കെ ഒന്നും രണ്ടും പൂവൊക്കെ കൊടുമേനൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ പുറകെ വെച്ചിരുന്നതുകൊണ്ട് നമ്മൾ കണ്ടില്ല അത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതെല്ലാം എടുത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചോട് പയ്യെ ഒന്ന് ഇളക്കുക. ഞാനിപ്പോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലുപൊടിയുണ്ട്, മണ്ണാണ്. മണ്ണിനകത്ത് ഞാൻ കുറേ എല്ലുപൊടി ഇട്ടു. കുറച്ച് എല്ലുപൊടിയും ഇട്ട് കുറച്ച് മുയലുംകാട്ടം, നമുക്കിപ്പോൾ മുയലുംകാട്ടം മാത്രമേ ഉള്ളൂ വളമെന്ന് പറയാം. അല്ലെ ആട്ടുംകാട്ടമായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം മുയലുംകാട്ടും ഒരു കുറച്ചിട്ട് ഒരു 2 കിലോയ്ക്ക് മുയലുംകാട്ടും ഇടും. എന്നിട്ട് നമ്മൾ അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് നല്ല ഫസ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലുപൊടിയും ആട്ടുംകാട്ടവും മണ്ണും കൂടെ മിക്സ് ചെയ്യും. ഇപ്പം നമ്മളത് മാത്രമേ വളം കൊടുക്കുന്നുള്ളൂ. കാരണം രാസവളം ഒന്നും കൊടുക്കുന്നില്ല. കാരണം കൊടുമേലല്ല. ഇപ്പം നമ്മൾ രാസവളം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെടി കരിഞ്ഞു പോകും. അപ്പൊ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ആയിരുന്നു. ഇനി ഈ ചിമ്പുകളാണ് നിറഞ്ഞു കയറി വന്നെല്ലാം ഒരുമിച്ചായി വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചെന്ന് പറഞ്ഞാൽ ചട്ടി ഇങ്ങനെ നിറഞ്ഞു പൂനിക്കുന്നതല്ലേ. അപ്പൊ അതിനുള്ള ചിമ്പുകൾ ഇതുണ്ട്, പുതിയ ചിമ്പുകൾ അടിച്ച് വരുന്നേ ഉള്ളൂ. ചിമ്പുകളെന്ന് പറഞ്ഞാൽ ഈ ചോട്ടി വരുന്ന ഇതല്ല. ഇതെല്ലാം ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് സെറ്റായിട്ട് വരും. അപ്പം ഇപ്പം നമ്മൾ അതിനെ ഒരുക്കണം. അതായത് ഇച്ചിരി വളമൊക്കെ കൊടുത്ത് മണ്ണും ഒക്കെ കൊടുത്തേ നമ്മളതിനെ തയ്യാർ ചെയ്ത് സെറ്റാക്കണം. ഞാനിപ്പം ഇങ്ങനെ ഇതിൻ്റെ ഈ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പയ്യെ ഈ കരണ്ടിക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കും കേട്ടോ. ഉണ്ടോ, കരണ്ടിക്ക് പയ്യെ ഒത്തിരി പേര് പോവാതെ കരിഞ്ഞു പോവരുത്, എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്ന മണ്ണും ഈ വളവും കൂടെ ഉള്ളത് നമ്മൾ സൈഡിലോട്ട് ഇട്ട് നല്ല ഇളക്കം കിട്ടും കേട്ടോ. ഇളകി കിടക്കുകയും ചെയ്യും, ഇഷ്ടംപോലെ പൂ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഞാൻ ചപ്പ് വെച്ചായിരുന്നേ. ആ ചപ്പ് എടുത്ത് കളയണമെന്നില്ല. ചപ്പ് നമ്മൾ വേനൊക്കെ വെച്ചതാ കേട്ടോ, വേനൊക്കെ ഉണങ്ങാതിരിക്കാനേ. ആ ചപ്പിന്റെ മണ്ടയിലോട്ട് തന്നെ ഇങ്ങനെ മണ്ണ് വെച്ചാ മതി. ചപ്പ ചീഞ്ഞു പൊക്കോളും അല്ലേ? എനിക്കും അറിയാം, ഈ കുട്ടമ്മൻ ചെയ്യുന്ന കണ്ടല്ല അറിയാം. ഇപ്പൊ മണ്ണൊക്കെ ഇട്ട് അവനെ സെറ്റാക്കി. ചെടി ഒരുപാട് മണ്ണിടല്ലേ, ഒരുപാട് നമ്മൾ ഇലയൊക്കെ മൂടുന്ന പറഞ്ഞ മണ്ണിടാതിരിക്കും. ഭയങ്കര കുഞ്ഞു പൂവാ അല്ലേ? ഉണ്ടോ, കുഞ്ഞു പൂവാ. ഒരു ചുമപ്പും അല്ല ഓറഞ്ചും അല്ലാത്ത രീതിയിൽ കൊടുമേലായോണ്ടാണ് നിറച്ചുണ്ടാവുക. അപ്പൊ ഇത് ഈ ചപ്പ് നമ്മൾ എടുത്ത് കളയുന്നില്ല. അതെടുത്ത് കളയണ്ട, എടുത്ത് കളയാതെ തന്നെ നമ്മൾ അതിന്റെ അകത്ത് ആ ചപ്പ് ഇരിക്കുന്നോണ്ടാണ് കേട്ടോ അത് ഇത്രയും സെറ്റപ്പായിട്ട് നിന്നത്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരുന്നു, എല്ലാം പൊട്ടി തളുത്തു. പുതുമഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും എന്തെങ്കിലും വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. വെള്ളം നമ്മൾ കുറച്ചേ ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനും ചിരിച്ച് നമുക്ക് വളവും മണ്ണും കൂടെ കലർത്തി. നമുക്ക് വെള്ളം കുറവുണ്ടായിരുന്നോണ്ട് വെള്ളം ഒത്തിരി ഒഴിച്ച് നല്ല ഇതായിട്ട് നിർത്താനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അല്ലെ നമ്മള് കാശ് കൊടുത്ത് വെള്ളം മേടിക്കേണ്ട വരുമായിരുന്നു. ഇരിക്കും. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണ് ചപ്പിന്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് പോകും. ചട്ടിക്കകത്തൊരു കുഴിവ് എപ്പോഴും വേണം. എന്നാന്ന് വെച്ചാൽ മഴ തുള്ളി തല്ലിയേ വെളിയിൽ നമ്മുടെ ഇന്റർലോക്കിലൊക്കെ വീഴാതിരിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതും മാറ്റി വെക്കാം. ഇത് റോസാട്ടോ, റോസ്. പപ്പ നട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചട്ടിക്കകത്ത് നട്ടിട്ട് നമ്മൾ നല്ല ഇതായിട്ട് പാക്ക് ചെയ്ത് അയക്കും കേട്ടോ. തേങ്ങയുടെ മറ്റേ ചോറല്ലേ, ചകിരിച്ചോറ്. പിന്നെ ഇത് പെൻസിൽ ഇതുണ്ടോ, ഒരുപാട് പൂവുണ്ടായിരുന്നു വേനൊക്കെ. ഈ സാധനം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പൂ പോയത് മൊത്തം കട്ട് ചെയ്യണം. ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന കറണ്ട് വെച്ചാണോ? പെട്ടെന്ന് എടുത്തോളൂ, ഈ സ്പീഡ് കൂടിയിട്ടേ എന്നെ ഒന്ന് കളിയാക്കിയ ഞാൻ എന്തുകൊണ്ടൊന്ന് കളിയാക്കിയ. ഈ പൂ കഴിഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് ദൂരെ ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അതേ പൂ ഉണ്ടാകുകയല്ലേ.
പൂ ഉള്ള കളയല്ലേ? ഇല്ല, ഇങ്ങനത്തെ നിന്നാണ് ഇത് പൊട്ടി വരുന്നത്. ഇതെല്ലാവരും തളർന്ന പോലെ വെയിലടിച്ചേ വല്ലാത്തൊരവസ്ഥയായി. ഇപ്പം നമ്മളിതിങ്ങനെ ഒന്ന് ചായച്ച് വെച്ചിട്ടേ ചില മണ്ണിടുകയാണ്. ഇനി അതേന്ന് ആ തണ്ടേന്ന് തന്നെ അതിന്റെ വേര് വരും അല്ലേ? ഞാൻ ഈ ഇടച്ചിരി മണ്ണിട്ട് വെച്ചതാണേ. ഇത് കണ്ടോ, നല്ല പോലെ ആയി. അപ്പൊ ഈ പൂ കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ അതെല്ലാം കയറി നല്ല പെൻസിൽ നമുക്ക് കുറേ ഉണ്ട്. പക്ഷെ ഇത് അതിന്റെ തൈ ഒന്ന് പിന്നെ എടുത്ത് വിൽക്കാൻ പാടാ. കാരണം അതിന് വേര് കുറവായിരിക്കും. തണ്ടയിൽ ഇങ്ങനെ ഓരോ മുളയാ വരും. അപ്പൊ നമ്മളത് അയച്ചാലോ 3-4 ദിവസം കഴിഞ്ഞ് വാടി അത് കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്ന് ഇല്ല. അല്ല പിന്നെ ഒരു ചോട ഇതായിട്ട് പറിച്ചു കൊടുക്കും. അങ്ങനെ പറിച്ചു വിട്ട് കഴിഞ്ഞാൽ അച്ചപ്പ പറിച്ചോണ്ട് പോയി. അച്ചപ്പ എന്നോട് ചോദിച്ചു, കൊച്ചേ അത് കാണാൻ നല്ല രസമുണ്ടല്ലോ, അതിന്റെ ഒരു തൈ എനിക്ക് തരാവോ? അങ്ങനെ അച്ചമ്മയെന്ന് പറഞ്ഞാൽ ചെടിയോടും പൂവിനോടും ഒക്കെ അച്ചമ്മയ്ക്കും ഭയങ്കര താല്പര്യം. ആ ഒരു താല്പര്യമാണ് എനിക്കും കിട്ടിയത്. അച്ചമ്മയുടെ ആ പാരമ്പര്യം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അത് മാറ്റിച്ചു. കുട്ടാ ആരാ തലക്കടിച്ചതല്ല, ഞാൻ ഇന്നലെ മഴ വന്നപ്പോഴത്തേക്കും മോളമ്മ വിറക് കയറാൻ പറഞ്ഞു. പകരൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് മഴ വരുന്ന കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു കത്തിക്കാൻ വിറക് കുറവാണ്. മഴ വരുമെന്ന് ഓർത്തില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് പട്ടിക്കൂട്ടിന്റെ പുറകുവശത്തെ വിറക് ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു. ഒരു കമ്പ് എടുത്ത് ഞാൻ ഇട്ടിട്ട് ഞാൻ കോടാലിക്ക് ഇങ്ങനെ വെട്ടി കീറി തന്നിട്ട് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തു. ഒരു കമ്പ് വന്ന് അടിച്ചു. അയ്യോ, രക്തമൊന്നും വന്നില്ല, പെട്ടെന്ന് മുളച്ചു വന്നു കേട്ടോ. മുളച്ചു വന്നു, രക്തം ഒന്നും വന്നില്ല. അന്നത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് തല ഇറങ്ങുമെന്ന് പേടിച്ചിട്ട് തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് ഓടി വന്നു കേട്ടോ. അതിന്റെ പുറത്തോട്ടല്ല വീട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി എന്നിട്ട് എന്റെ തല പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് ഓടി വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പൊ വേദന കുറവുണ്ടോ? ഇത് 3-4 ഉണ്ടല്ലേ, ഇങ്ങനെ പൂത്തോണ്ടിരിക്കും ആയിട്ടേ. ഒരിക്കലും അത് ഇപ്പൊ കൊടുമേലായോണ്ടാ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്. പൂ കളയല്ലേ? അതല്ലേ എല്ലാം പൂ വന്നിട്ട് പൊഴിഞ്ഞു പോയതാ. എല്ലാം ഒരുക്കി നിർത്തണം നമുക്ക്. വേനൽ കഴിഞ്ഞപ്പോ നമ്മള് നല്ല വൃത്തിയായിട്ട് ഇതെല്ലാം ഒരുക്കി നിർത്തുകയാണേല് നമുക്ക് വിഷു ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് നിൽക്കും. നല്ല അടിപൊളിയായിരിക്കും അല്ലേ? കുട്ടാ, എന്റെ റൂമിന്റെ അകത്ത് കൊറേ ചെടി ഉണ്ട്, കണ്ടായിരുന്നോ? റൂമിനകത്തല്ല, ഞാൻ തന്നെ കൊണ്ടുവച്ചതല്ലേ. അല്ല, ഞാൻ വെച്ചേ ഈയുടെ റൂം വൃത്തിയാക്കിയപ്പോ അതൊക്കെ ആര് കാണാൻ. വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചട്ടിക്കകത്ത് വെച്ചത് എടുത്തോണ്ട് വെച്ചെന്നാണോ കൊച്ചു സ്വന്തമായിട്ട് നട്ട് വെച്ചത്? അത് ഞാൻ കണ്ടില്ല. ആണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്കത് കാണണം, മനസ്സിലെ ഒരു ആഗ്രഹമാണ്. അയ്യോയ്യോ. അപ്പൊ ഇതിന് നമുക്ക് ചില മണ്ണൊക്കെ ഇട്ടത് കണ്ടോ, രസമായിരുന്നില്ല. ഒരു 4-4 കൂടെ ഇതുണ്ടോ, മുട്ട വരുന്നുണ്ട്. ഇതൊക്കെ കയറി അങ്ങ് പൂത്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. അത് തന്നെ ഇത് കുറെ കാലം നിൽക്കും ഇതിന്റെ പൂവ്. അതിന്റെ അകത്ത് ചപ്പൊക്കെ അവിഞ്ഞു. ഇതിനകത്തോട്ട് ഇച്ചിരി മണ്ണും വെള്ളവും കൂടെ ഒക്കെ ചെല്ലുമ്പോൾ വീണ്ടും. അപ്പം നമ്മുടെ പപ്പിക്കുട്ടികളെ എല്ലാം രാവിലെ ഇറക്കി എന്നും ഞാൻ ഫുഡ് കൊടുക്കും. 3 നേരം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കാരണം സേറ അവർ കൂടുതലായിട്ട് പാലിന് വേണ്ടിയിട്ട് കഴിച്ച് വലിക്കുമ്പോഴത്തേക്ക് സേറയ്ക്ക് ക്ഷീണമാകും. സേറയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കും ചെറിയ ക്ഷീണമായി. ഇത്രയും കുഞ്ഞുങ്ങൾ വളർന്നില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ 2.5 കിലോ ഒക്കെ വെയിറ്റ് ഒക്കെ വേണം. ചിലത് 2.5 കിലോ വരെയൊക്കെ വരുന്നുണ്ട്. 2 കിലോ 2.5 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഫുഡ് വേണം. അതുകൊണ്ട് ഞാൻ ബേബി ഫുഡ് കട്ടപ്പനയ്ക്ക് പോയപ്പോൾ മേടിച്ചായിരുന്നു. അത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മറ്റേ നമ്മൾ ചോറോ ഇറച്ചിയോ ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. മീറ്റൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാലും മെഡിക്കലായി ഇപ്പം 32 ദിവസമായി. ഓർഡർ കിട്ടുന്നുണ്ട്, ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീറ്റ തിന്നാറായി. നല്ലപോലെ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും കൊണ്ടുപോയി മാറ്റാം. തള്ളയുടെ കൂടെ ഒന്ന് മാറ്റി നമുക്ക് കൊണ്ടുപോയി ഒറ്റയ്ക്ക് വളർത്താൻ പറ്റും. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നല്ല മിടുക്കര് കുഞ്ഞുങ്ങളാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഓർഡർ തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്തായാലും മൊത്തത്തിന് എല്ലാത്തിനും തന്നെ വിറ്റേക്കാം എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടിലിരിക്കുന്നത്. കാരണം നമുക്ക് കൂടുതൽ സൗകര്യവും ഇല്ല. വെള്ളത്തിൻ്റെ വിഷമാണ് ഏറ്റവും പ്രശ്നം. ഇതേ 2 കൂടെ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതെ. അപ്പം നമുക്കിതെല്ലാം പറക്കി അപ്പുറത്തോട്ട് കൊണ്ട് വെച്ചാലോ? അപ്പോൾ ഇതെല്ലാം പറക്കി കൊണ്ട് വെക്കാവേ. ഡെയ്സിയുടെ പിങ്ക് അല്ലേ? അത് പൂത്തായിരുന്നു നമ്മുടെ. പൂ പോയി. പൂ കാണിക്കാനായിട്ട് പൂ പോയി അല്ലേ? സൈസും ഉണ്ട്. ഈ പിങ്കിന്റെ ഞാനിപ്പോൾ ഒരു 5-6 ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അതും കൂടെ സെറ്റ് ചെയ്യും കേട്ടോ. സെറ്റ് ചെയ്യാം. ഇതൊക്കെ നല്ല രസമല്ലേ? ഇപ്പം കൊലയായിട്ട് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പൂത്ത് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു അഴക് വരുന്നത്. ഇപ്പൊ വേണ്ടായതുകൊണ്ടാണ് ഇലയൊക്കെ കേടായ ഇലയൊക്കെ എടുത്ത് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി ചോടൊന്ന് ഇളക്കിയിട്ട് മണ്ണിടുവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ ചിമ്പടിച്ച് വരും.
അപ്പൊ ഇതന്നെ ഇങ്ങനെ വന്ന് നിക്കുന്നേ? ഞാനൊരു മാങ്ങാച്ചാർ ഇടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആണ്. ഈയിടെ പച്ചക്കറി മേടിച്ചപ്പം അതിലൊരു മുഴുത്ത മാങ്ങ കിടന്നു. അത് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്നാൽ അത് മഞ്ഞക്കിടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എല്ലാവരും ചുമനക്കല്ല അച്ചാറിടുന്നത്. ഇത് മഞ്ഞക്കിട്ട് വെക്കാന്ന് ഓർത്തുകൊണ്ട് ഞാനത് രാവിലെ അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചു. എന്നാൽ ഉച്ചയാകുമ്പത്തേന് ചോറുണ്ണാനൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തുണ്ട്. അച്ചാറെല്ലാം തീർന്നു പോയായിരുന്നേ. എന്നാൽ അത് അങ്ങ് അച്ചാറിട്ടേക്കാന്ന് ഓർത്തുണ്ട്. അന്നേരം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഈ മഞ്ഞ അച്ചാറിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തണ്ട് കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഉലുവാപ്പൊടി, ഇച്ചിരി ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പുപൊടി, മഞ്ഞപ്പൊടി, കടുക്. ഇനി ഇത്തിരി കായം കൂടെ വേണം. അത് ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു. എന്നാൽ നമുക്ക് കടുക് പൊട്ടിച്ച് ഇതൊക്കെ സെറ്റാക്കാം. ചെറിയല്ലേ മാങ്ങ ഉള്ളത്, അതുകൊണ്ട് ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലും അച്ചാറിടും, നല്ലെണ്ണയിലും അച്ചാറിടും കേട്ടോ. നല്ലെണ്ണയിലാണ് സാധാരണ അച്ചാറൊക്കെ മിക്കതും വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൂക്കാതിരിക്കും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ ഇപ്പം എടുത്തത്. അതിപ്പോൾ ഒത്തിരി നാളത്തേക്കൊന്നും വെക്കുന്നൊന്നുമില്ല. ഒരു മാങ്ങ അല്ലേ ഉള്ളൂ, അത് കുറച്ചേ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തീരും. 2 ആഴ്ച കൊണ്ട് അത് തീരാനുള്ളതേ ഉള്ളൂ. പിന്നെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തിന്നല്ലേ? അത് ഞാൻ തിന്നു. ഞാൻ അരിഞ്ഞു വെച്ചിട്ട് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി. എനിക്കും തോന്നി മാങ്ങയുടെ അളവ് കുറവായിരുന്നല്ലേ. വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തിന്നു. അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കള്ളന്മാരുടെ ശല്യവും ഉണ്ട് ഇവിടെ. ചൂടായി. എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്ര മതി, ഒരു മാങ്ങ ഒത്തിരി വേണ്ട. നമ്മളെന്തോരം സാധനം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. ഇൻഗ്രീഡിയൻസ് അല്ലേ? ഇൻഗ്രീഡിയൻസ്. കായം കൂടെ എടുത്തോട്ടെ. അത് ഇരിക്കട്ടെ. എന്റെ ദൈവമേ, കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞു. അന്നേരം ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ ഒന്നിച്ചങ്ങിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് എന്നിട്ട് മൂപ്പിക്കണോ? ചെറുതായിട്ടൊന്ന് മൂപ്പ് വരണം. പെര കത്തിക്കുവോ? പെരയൊന്നും കത്തിക്കൊന്നും ഇല്ലെന്നേ. പൊട്ടിത്തെറിക്കുന്ന കേട്ടോ. അത് പച്ചമുളക് ഇടുന്നോണ്ടായി പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ചിലപ്പം പച്ചമുളക് ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പച്ചമുളകൊക്കെ നമ്മൾ കഴുകിയിട്ടല്ലേ എടുക്കുന്നേ. അന്നേരം ചിലപ്പോൾ വെള്ളമയം ഇരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുക. കറിവേപ്പില ഇട്ടാലും നല്ലോണം പൊട്ടിത്തെറിക്കാം. കറിവേപ്പില ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ, ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ടൈം എടുക്കുന്ന പരിപാടിയാ അല്ലേ? ടൈം ഒത്തിരി ഒന്നും വേണ്ട, ശകലം സ്വല്പം. അന്നേരം ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാങ്ങായും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടോ. പിന്നെ കുക്കറി ഷോയോ? അമ്മയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് മാങ്ങ ഇട്ട് കൊടുത്ത്. ആ മാങ്ങ അത്രയ്ക്ക് നല്ല പച്ചയൊന്നല്ലായിരുന്നു, അത് ഒരുമാതിരി പഴുത്ത പോലെ ആയിരുന്നു കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്തു. സ്വല്പം കായപ്പൊടി. പക്ഷെ എനിക്ക് മഞ്ഞക്ക് ഇടുന്നതിലും എനിക്ക് ചുമലക്ക് ഇടുന്ന ഇഷ്ടം. ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ, ഇത് പെട്ടെന്ന് തീർന്നോളൂ. പപ്പായ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നല്ലേ? എനിക്കും ഇഷ്ടമാണ്. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ചെറിയ മാങ്ങ കിട്ടിയപ്പോൾ ഇതുപോലെ മഞ്ഞ അച്ചാറിട്ട് വെച്ചു. അത് പപ്പാവിൻ്റെ അത് മൊത്തം തീർത്തു. 3-4 ദിവസം കൊണ്ട് പപ്പ തീർത്തുന്നുള്ള. എല്ലാം സെറ്റാക്കി വെക്ക്. ഞാനെന്നാ പോട്ടെ. എല്ലാം സെറ്റാക്കി. അന്നേരം ഇത് ചെറുതായിട്ടൊന്ന് വാടണം. കണ്ടോ? കളർ പരുവം. കായപ്പൊടിയുടെയൊക്കെ ഒരു ചെറിയ മണം വരുന്നുണ്ടോ? ഇപ്പം മണമൊന്നും വരുന്നില്ല. ഇല്ല. അത് ശരി. ഞാൻ മണം വരുന്നില്ലെന്നേ പറയുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു എണ്ണയുടെ ഒക്കെ മണം വരുന്നുണ്ട്.
നല്ലെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചേ അതിന്റെ മണമൊക്കെ ആ ഇച്ചിരി കഴിയുമ്പോഴൊക്കെ നല്ലോണം ആയിക്കഴിഞ്ഞേ മണമൊക്കെ വരുള്ളൂ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാം. അടിച്ചു പൊട്ടിക്കാം. ടാറ്റാ. നമ്മുടെ മാങ്ങാച്ചാറ് എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ. ആ